കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ ഫോറിൻ ഏജന്റ്സ് രജിസ്ട്രേഷൻ ആക്ട് അഥവാ FARA പ്രകാരം ചില രേഖകൾ പുറത്തുവിട്ടു. ഈ ഔദ്യോഗിക രേഖകൾ ഇന്ത്യയിലെ പാക് പ്രേമികൾക്ക് കനത്ത പ്രഹരമായിരുന്നു. ഈ പ്രഹരവും അവരുടെ ഞെട്ടലും ഒക്കെ കണ്ട് ഭാരതത്തിലെ ഓരോ രാജ്യസ്നേഹിയും ചിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ തടയാൻ പാകിസ്ഥാൻ അമേരിക്കയോട് കെഞ്ചിയത് 60 തവണയാണ് എന്നാണ് ഈ രേഖകൾ തെളിയിക്കുന്നത്. പക്ഷെ കൊടുക്കേണ്ടതൊക്കെ മർമ്മത്ത് കൊടുത്തിട്ട് മാത്രമേ ഇന്ത്യൻ സേന താണ്ഡവം നിർത്തിയുള്ളൂ. ഇന്ത്യൻ സൈന്യത്തിന്റെ അഭൂതപൂർവമായ കരുത്ത് കണ്ട് പാകിസ്ഥാൻ വിറച്ചതിന്റെ തെളിവാണ് ഈ രേഖകളെന്ന് BJP IT സെൽ മേധാവി അമിത് മാളവ്യ പ്രസ്താവിച്ചു. അമേരിക്കൻ സെനറ്റർമാർക്കും പെന്റഗൺ ഉദ്യോഗസ്ഥർക്കും മുന്നിൽ പാകിസ്ഥാൻ നടത്തിയ യാചനയുടെ റെക്കോർഡിക്കലിയുള്ള വിവരങ്ങളാണിത്. ഇത് BJP IT സെൽ മേധാവി അമിത് മാളവ്യ തന്നെയാണ് പുറത്തുവിട്ടത്. ഇതിന് പിന്നാലെ ഇന്ത്യയിലെ പാകിസ്ഥാൻ അനുകൂലികൾക്കെതിരെ അദ്ദേഹം ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്തു. കേരളത്തിലും ഇതുപോലെ പാകിസ്ഥാൻ പ്രേമികൾ ധാരാളമുണ്ട്. അവർക്ക് മനസ്സിലാക്കാൻ ഒരു സൈനികന്റെ ഭാഷയിൽ ഒരു കുറിപ്പ് കൂടി പങ്കുവയ്ക്കാം. ഭാസ്കരൻ നായർ അജയൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ നല്ല വ്യക്തമായ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ പോസ്റ്റിലേക്ക് പോകാം. ഇന്ത്യയിലെ പാകിസ്ഥാൻ സ്നേഹികളെ, ഈ രേഖകൾ എന്താണ് എന്നറിയാമോ? ഓപ്പറേഷൻ സിന്ദൂർ തടയാൻ പാകിസ്ഥാൻ അമേരിക്കയോട് 60 തവണ കെഞ്ചിയ രേഖകളാണ് ഇത്. മനസ്സിലായില്ല അല്ലേ പ്രിയപ്പെട്ടവരെ? ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നീക്കത്തിൽ പരിഭ്രാന്തരായ പാകിസ്ഥാൻ വെടിനിർത്തലിനായി അമേരിക്കൻ ഭരണകൂടത്തെ 60 തവണയോളം ബന്ധപ്പെട്ടതായി വെളിപ്പെടുത്തുന്ന US സർക്കാർ രേഖകളാണ് ഇത്. ഇതോടെ നമ്മുടെ PM മോദി എട്ടുകാലി മമ്മൂഞ്ഞായ ട്രംപിനെ വെടിനിർത്തലിനായി ഫോൺ ചെയ്തു എന്ന വിദേശ രക്തത്തിന്റെ വാദമാണ് പൊളിഞ്ഞു വീഴുന്നത്. അമേരിക്കയുടെ ഫോറിൻ ഏജന്റ്സ് രജിസ്ട്രേഷൻ ആക്ട് അഥവാ FARA പ്രകാരം പുറത്തുവിട്ട ഔദ്യോഗിക രേഖകളാണിത്. 2025 മെയ് മാസത്തിൽ ഇന്ത്യ പ്രത്യാക്രമണം ആരംഭിച്ചപ്പോൾ അത് എങ്ങനെയെങ്കിലും നിർത്താൻ പാക് നയതന്ത്രജ്ഞരും ലോബിയിസ്റ്റുകളും അമേരിക്കൻ പ്രതിനിധികളെ ഫോണിലൂടെയും നേരിട്ടും നിരന്തരം ബന്ധപ്പെട്ടു എന്ന് ഈ രേഖകൾ വ്യക്തമാക്കുന്നു. വെടിനിർത്തലിനായി ലോബിയിങ് നടത്താൻ 6 പ്രമുഖ ലോബിയിങ് സ്ഥാപനങ്ങൾക്ക് പാകിസ്ഥാൻ ഏകദേശം 45 കോടി രൂപ $5 മില്യൺ നൽകിയതായും നാഷണൽ മീഡിയകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്ത് കണ്ട് പാകിസ്ഥാൻ വിറച്ചതിന്റെ തെളിവാണ് ഈ രേഖകൾ. ഇന്ത്യയിലിരുന്ന് പാകിസ്ഥാന്റെ ഭാഷയിൽ സംസാരിക്കുകയും നമ്മുടെ സൈനിക വിജയത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന രാഷ്ട്രീയക്കാർക്കുള്ള മറുപടി കൂടിയാണിത്. സ്വന്തം ആസ്ഥാനങ്ങൾ തകർക്കപ്പെടും എന്ന ഭീതിയിൽ പാകിസ്ഥാൻ ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ കരഞ്ഞു വിളിക്കുകയായിരുന്നു എന്ന് ഈ വെളിപ്പെടുത്തൽ തെളിയിക്കുന്നു. പഹൽഗാമിൽ 26 വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന് മറുപടിയായി മെയ് 7-നാണ് ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത്. പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഭീകര താവളങ്ങൾ ലക്ഷ്യമാക്കി നടത്തിയ ഈ നീക്കം പാകിസ്ഥാനെ കടുത്ത സമ്മർദ്ദത്തിലാക്കിയിരുന്നു. വെടിനിർത്തൽ ഉറപ്പാക്കാൻ പാകിസ്ഥാൻ അമേരിക്കയിലെ ഉന്നത ഉദ്യോഗസ്ഥരെയും മാധ്യമപ്രവർത്തകരെയും എത്രത്തോളം ആശ്രയിച്ചു എന്നതിന്റെ കൃത്യമായ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാരിന്റെ ശക്തമായ തീരുമാനങ്ങൾ അത് പാകിസ്ഥാനെ എത്രത്തോളം ഭയപ്പെടുത്തി എന്നതിന്റെ സാക്ഷ്യപത്രമാണ് ഈ രേഖകളെന്ന് BJP വൃത്തങ്ങളും അവകാശപ്പെട്ടു. ആധുനികവും തദ്ദേശീയവുമായ സാങ്കേതിക വിദ്യകളാണ് ഓപ്പറേഷൻ സിന്ദൂറിനായി ഇന്ത്യ വിന്യസിച്ചത്. ഉപഗ്രഹങ്ങളുടെയും ഡ്രോണുകളുടെയും സഹായത്തോടെയുള്ള തത്സമയ നിരീക്ഷണവും അത്യാധുനിക എയർ ഡിഫൻസ് സംവിധാനങ്ങളും ഇന്ത്യ ഉപയോഗിച്ചു. സാധാരണക്കാരെയോ സൈനിക താവളങ്ങളെയോ ലക്ഷ്യം വെച്ചില്ല. ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തോയ്ബ തുടങ്ങിയ ഭീകര സംഘടനകളുടെ കേന്ദ്രങ്ങളിൽ മാത്രമാണ് ഇന്ത്യ കനത്ത പ്രഹരം ഏൽപ്പിച്ചത്. ബഹാവൽപൂർ, മുരിദ് കെ, മുസാഫറാബാദ്, കോട്ലി എന്നിവിടങ്ങളിലെ ഭീകരവാദ പരിശീലന കേന്ദ്രങ്ങളും ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കി. ന്യൂസ് ഡെസ്ക് കർണാസ്.